നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താമ്മേ? അല്ല മോളെ, നമുക്ക് വന്ന ആ പാഴ്സൽ അതിലെ പാവയും കത്തും. പൂജ അത് നിസ്സാരമായിട്ട് പറഞ്ഞു. എനിക്കെന്തോ പേടിപ്പെടുത്തുന്ന പോലെ തോന്നുന്നു. പൂജ പറയുന്നത് പോലെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാമേ. അന്വേഷണത്തിൽ നിന്ന് മാറാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതാ. എനിക്കും ആദ്യം പേടിയുണ്ടായിരുന്നു. പക്ഷേ പൂജമോട് സംസാരിച്ചപ്പോ ധൈര്യം കിട്ടി. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് അവഗണിക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ പത്രത്തിലൊക്കെ ഓരോന്ന് കാണുന്നത് പോലെ അവിടെ ബോംബ് കൂട്ടി ഇവിടെ ബോംബ് കൂട്ടി, ഓ പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല അമ്മേ. എനിക്കെന്തോ കുറെ ദിവസമായിട്ട് പേടിയൊക്കെ മാറിക്കഴിഞ്ഞു. തെറ്റ് ചെയ്യാത്തപ്പോ പേടിക്കണ്ടമ്മേ. എനിക്ക് നേരെ മറിച്ചാ തോന്നുന്നത്. തെറ്റ് ചെയ്യാത്തവർക്ക് ഈ കാലത്ത് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ദുഷ്ടന്മാരിഷ്ടം പോലെ മറ്റുള്ളവരെ പേടിപ്പിച്ച് പുറത്തു വിലസുന്നു. നിരപരാധികളെ ജയിലിലാക്കുന്നു, കൊലപാതകം നടത്തുന്നു. നമുക്ക് പോലീസിൽ പോയി പരാതി പറയാം. നമുക്ക് പോകാം, ഞാനും വരാം. ഇതേ പൂജമോൾ അറിയണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെന്ന് പരാതി കൊടുക്കാം. ഒന്നും വേണ്ടമ്മേ. എന്റെ അമ്മ സമാധാനായിട്ടിരിക്കെ. കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല ചിട്ടയായിട്ട് പോവല്ലേ. നമ്മുടെ കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല മാധുരി. ഒന്നിനും പോവണ്ട അമ്മേ. നമുക്കങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും വരില്ല. നമ്മുടെ വിഷമമൊക്കെ മാറും. ശരി, നിനക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എനിക്ക് വിശ്വാസം അമ്മേ. നമ്മുടെ ജീവിതം തിരിച്ചു കിട്ടും. നമ്മുടെ സന്തോഷത്തിന്റെ കാലമൊക്കെ തിരിച്ചു വരും. നിന്റെ ആത്മവിശ്വാസം കാണുമ്പോ എനിക്കും ധൈര്യം തോന്നുന്നു. ഒന്നും സംഭവിക്കില്ല അമ്മേ. മോളെ, ഞാനും അമ്മയും കൂടെ തീരുമാനിച്ചു, എന്തായാലും അഞ്ജനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവിടെ നിന്ന് കേസിന് കൃത്യമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാവും. അഞ്ജനയിൽ കൂടി നമുക്ക് ആ കമ്മീഷനിലെത്താം. അച്ഛന് പ്രയാസമായിരുന്നു മോളെ അഞ്ജനെ അന്വേഷിച്ചു പോകുന്ന കാര്യം എന്നോട് പറയാൻ. പക്ഷേ അതൊക്കെ കഴിഞ്ഞ കഥ. എനിക്കറിയാം, നന്നായിട്ടറിയാം അച്ഛനെ. അതുകൊണ്ട് തന്നെ ഞാനാ പറഞ്ഞത് ഉടനെ തന്നെ പോവാന്ന്. അതെ അച്ഛാ, ഇക്കാര്യത്തില് അച്ഛൻ അമ്മയുടെ അഭിപ്രായം മാത്രമേ നോക്കാനുള്ളൂ. അമ്മ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോ ആരെ പേടിക്കാനാ? കമ്മീഷണർ റാണിയും കൂടി ചേർന്നിട്ടുള്ള ഗെയിം അത് തന്നെ ഇപ്പൊ നടക്കുന്നത്. അത് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല അച്ഛാ. അന്വേഷണത്തിന്റെ അവസാനം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്തോ ഒന്ന് കാത്തിരിക്കുന്നുണ്ടാവും. ഇല്ല മോളെ, നമ്മളെ കാത്തിരിക്കുന്നത് റാണിയും കമ്മീഷണറും തന്നെയാ. അഞ്ജനയെ കാണുമ്പോ കൃത്യമായ കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. അഞ്ജനാമ്മ നല്ലൊരു സ്ത്രീയാ, ഒരു പാവ അമ്മ. അവരോട് ഞാൻ സംസാരിക്കാം. എന്റെ അവസ്ഥ ഞാൻ പറയാം. അവർക്ക് മനസ്സിലാവുമായിരിക്കും. ആവോ അമ്മേ. പറഞ്ഞില്ലേ, ചതിയും വഞ്ചനയും ഒന്നുമില്ലാത്തൊരു സ്ത്രീയാ അവര്. മോളെ, അപ്പം നമ്മൾ നാളെ രാവിലെ തിരിക്കും. കാര്യത്തിന്റെ ഡെവലപ്മെന്റുകൾ നിന്നെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും. ശരി അച്ഛാ. ആ, വാ. അമ്മേ, പറഞ്ഞതൊക്കെ അറിയാലോ. അമ്മ അങ്ങോട്ട് ചെല്ലുന്നു, ഒന്ന് ശരീരത്തിന് ക്ഷീണം വരും പോലെ അഭിനയിക്കുന്നു, പിന്നെ തളർന്നു വീഴുന്നു. എന്റെ മോനെ നോക്ക്, നീ എന്നെ അഭിനയം പഠിപ്പിക്കണ്ട. എനിക്കറിയാം എവിടെയൊക്കെയാണ് സംഗതികൾ ഇടേണ്ടതെന്ന്. നീ നോക്കിക്കോ അമ്മയുടെ അഭിനയം എങ്ങനെയുണ്ടെന്ന്. നിന്റെ ഭാര്യ മധുമിതയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. നീ എന്റെ അഭിനയം കണ്ട് ഞെട്ടും. കൊളാക്കൂ. അയ്യോ എന്റെ സാറേ, വയ്യ സാറേ, തീരെ വയ്യ. എന്തു പറ്റി മീനാക്ഷി? എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. കുറെ ദിവസമായിട്ട് ആകെ ഒരു മന്ദത, ചിലപ്പോഴൊക്കെ ഒരു തലചുറ്റൽ പോലെ തോന്നുന്നു. ഞാൻ പറയാതെ കൊണ്ട് നടന്നേ ഉള്ളു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. കാലം കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുന്ന എനിക്കെന്തിനാ സാറേ ആശുപത്രി? ഒന്നും വേണ്ട സാറേ. പണ്ട് മുതലേ അമ്മ ഇങ്ങനെയാ, ആശുപത്രി വരില്ല. ആശുപത്രി കൊണ്ടുപോയാ അമ്മയുടെ അസുഖം അപ്പ കൂടും. അത് കൊള്ളാലോ. അല്ല, ക്ഷീണത്തിന് കാരണം ഇവിടുത്തെ ജോലി കൂടുതൽ കൊണ്ടാണോ?
അങ്ങനെയൊന്നും അല്ല സാറേ. പിന്നെ ചില സമയത്തൊരു പ്രയാസം, അത്രേ ഉള്ളു. എന്താ മീനാക്ഷിയമ്മേ? അല്ല, അമ്മയ്ക്ക് ഇടയ്ക്ക് വരുന്ന തലചുറ്റിനെ കുറിച്ച് പറയുക. മീനാക്ഷിയമ്മയ്ക്ക് ആകെ ഒരു ശക്തിക്കുറവൊക്കെ ഉണ്ട്. അതെ, നീ വെറുതെ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് എന്നെ കിടത്തി കളയല്ലേ. ദേ, എനിക്കൊരു കുഴപ്പമില്ല, നീ ഒന്ന് നോക്കിയേ. മീനാക്ഷി, പതുക്കെ. അമ്മേ, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ല. എന്റെ പൊന്ന് സാറേ, സാറൊന്ന് ചുമ്മാതിരിക്കേ. ഈ തലചുറ്റൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ളതാ, ഈ പ്രായത്തിലുള്ളവർക്ക്. മീനാക്ഷി, അസുഖം ആരംഭത്തിലേ ചികിത്സിക്കണമെന്നാ. അത് വച്ചു വലുതാക്കിയാ പിന്നെ മരുന്നിലും മന്ത്രത്തിലും ഒന്നും നിൽക്കില്ല കേട്ടോ. ഞാൻ പറയുന്നത് ആശുപത്രി പോണെന്ന് തന്നെയാ. എനിക്ക് എന്ത് വന്നാലും ഞാൻ ആശുപത്രി പോവൂല സാറേ. ഇവിടെ മാറ്. അയ്യോ എന്നെ പിടിച്ചോ. അയ്യോ അയ്യോ അമ്മ. എന്താച്ചാ? മീനാക്ഷി ഒന്ന് തലചുറ്റി വീണതാ. ഇനി എന്തായാലും നമുക്ക് പോകാം. വന്നേ, എഴുന്നേൽക്ക്. അയ്യോ വേണ്ട സാറേ, ഞാൻ ആശുപത്രിയിലൊന്നും വരുന്നില്ല. മീനാക്ഷിയമ്മേ, സാറ് പറയുന്നത് അനുസരിക്ക്. വേണ്ട, പറഞ്ഞില്ലേ അമ്മയ്ക്ക് ആശുപത്രിയിലൊന്നും പോകാൻ താല്പര്യമില്ല. അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? മീനാക്ഷിക്ക് ഇവിടെ ജോലി അധികമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? സത്യം പറയാലോ, ഒരു സഹായത്തിന് ഒരാളെ വെച്ചാ കൊള്ളായിരുന്നു. ആ വസന്ത, സാർ, നമുക്ക് സ്നേഹസദനത്തിലേക്ക് ഒരാളെ കണ്ടുപിടിക്കണം. മീനാക്ഷിക്ക് ഇവിടെ ഒരു സഹായത്തിനായിട്ട്. ഇവിടെ ശമ്പളമൊന്നും കൊടുക്കാറില്ലല്ലോ. സ്നേഹസദനത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യാ. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ശമ്പളം? നാളെ തന്നെ അന്വേഷണം തുടങ്ങിക്കോ. ആ അതെ, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ആലോചിച്ചത്. എന്താ? അല്ല, പറഞ്ഞ സാറിനും അമ്മയ്ക്കും പിടിക്കുമെന്നറിയില്ല. മധുമിത ഇടയ്ക്കിടയ്ക്ക് പറയും അമ്മയെ നോക്കാൻ സ്നേഹസദനിൽ വന്ന് നിൽക്കണമെന്ന്. ഇപ്പൊ പറഞ്ഞതല്ല, ഇതിനു മുന്നേ. വേണ്ട വേണ്ട, അവള് ഞാനീ കൂടെ ശരിയാവത്തില്ല. അമ്മയെ, അവള് പഴയ മധുമിതയല്ല, ഭയങ്കരമായിട്ട് മാറിപ്പോയി. പുതിയ മധുമിതയാ, പുതിയ മധുമിത. ഏത് മധുമിതയായാലും വേണ്ട. അല്ല മീനാക്ഷി, നിങ്ങൾ അമ്മായി അമ്മയും മരുമകളും അല്ലേ? പഴയ പിണക്കങ്ങളൊക്കെ മാറ്റി ഒന്നിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരല്ലേ ഇത്? ആ മധുമിത വരട്ടെ. ഞാൻ സമ്മതിക്കത്തില്ല. മീനാക്ഷിയമ്മേ, മധുമിത ആന്റിയോട് ദേഷ്യം തോന്നേണ്ട ആളാ ഞാൻ. എനിക്ക് തന്നെ സമ്മതാ. ആന്റി വരട്ടെ. അതെ, എപ്പോഴും എല്ലാവരും പരമാവധി സ്നേഹത്തോടെ ഇരിക്കണം. അമ്മായി അമ്മയും മരുമകളും എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബന്ധ. അമ്മയും മകളും പോലെ നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ അത് ഈ സ്നേഹസദനത്തിനൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. സാറിന് അവളുടെ സ്വഭാവം അറിഞ്ഞൂടെ? അയ്യോ അമ്മേ, അവളുടെ സ്വഭാവം മൊത്തം മാറി. ഇപ്പൊ അവളൊരു മാലാഖയെ പോലെ.